വെൽക്കം ടു ദ നെക്സ്റ്റ് ലെക്ചർ ചാപ്റ്റർ 2 റിയൽ നമ്പേഴ്സ്. നമ്മൾ ഈ സെക്ഷൻ ഓൾമോസ്റ്റ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ എടുത്ത് തന്നിരുന്നതാണ്. എന്നിരുന്നാൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെഷൻസ് ഒന്നുകൂടെ ആദ്യം മുതൽ ക്ലാസ് റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. സോ റിയൽ നമ്പേഴ്സ് നമുക്കറിയാം, നമ്മൾ രേഖീയ സംഖ്യകൾ നമ്മുടെ സാധാരണ നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ നമ്മൾ എന്ത് വിളിക്കും? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഈ റിയൽ നമ്പേഴ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ അഡീഷൻ ഒരു ഓപ്പറേഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഓപ്പറേഷനാണ്, സബ്ട്രാക്ഷൻ ഒരു ഓപ്പറേഷനാണ്. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷൻ്റെ ഒരു എന്താ പറയുക ഇൻവേഴ്സ് പ്രോസസ്സ് പോലെ കാണാൻ പറ്റുന്ന സംഭവമാണ്. ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ 4 പ്രോപ്പർട്ടീസും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ്റെ 4 പ്രോപ്പർട്ടീസും പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. A1 എന്ന് വിളിക്കും. അഡീഷൻ്റെ A ആണ് A1 എന്ന് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രോപ്പർട്ടി സേസ് ദാറ്റ് A plus B equal to B plus A for every A, B belong to R. ഏത് രണ്ട് റിയൽ നമ്പർ എയും ബി എടുത്താലും എ പ്ലസ് ബിയും ബി പ്ലസ് എയും തമ്മിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നതാണ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഏതെങ്കിലും 3 നമ്പറുകൾ എയും ബിയും സിയും റിയൽ നമ്പേഴ്സ് എടുക്കുക, എന്നിട്ട് ആദ്യം എയും ബിയും തമ്മിൽ കൂട്ടുക, അതിനുശേഷം സി കൂട്ടുക. അങ്ങനെ ചെയ്യുന്നതും എയുടെ കൂടെ ബി പ്ലസ് സി കൂട്ടിയത് ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണെന്ന് പറയണേ. ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നോ, തേർഡ് പ്രോപ്പർട്ടി A3. ദർ എക്സിസ്റ്റ് 0 belong to R says that 0 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ് കേട്ടോ. 0 belong to R says that A plus 0 equal to A equal to 0 plus A equal to A for every A belong to R. അതായത് റിയൽ നമ്പറിൽ 0 എന്ന് പറഞ്ഞ ഒരു എലിമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എലിമെൻറ്റ് പ്രത്യേകത എന്താ? ഏതൊരു റിയൽ നമ്പർ എയുടെ കൂടെയും ആ 0 കൂട്ടിക്കഴിഞ്ഞാൽ എടുത്ത റിയൽ നമ്പർ തന്നെ കിട്ടും. അത് എയുടെ കൂടെ ആദ്യം 0 കൂട്ടിയാലും എക്ക് ശേഷം കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെയാണ് വരുന്നുണ്ടാവുക. ഫോർ എവരി എ ബിലോങ് ടു ആർ. ഓക്കെ, ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റ്. നാലാമത്തെ പ്രോപ്പർട്ടി നോക്കുക. എ ഈസ് എ റിയൽ നമ്പർ. എ ഒരു റിയൽ നമ്പറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് മൈനസ് എ ബിലോങ് ടു ആർ. എ എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് എ എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പർ ഉണ്ടാവും. സച്ച് ദാറ്റ് എ പ്ലസ് മൈനസ് എ എന്തായിരിക്കും? എ പ്ലസ് മൈനസ് എ എന്ന് പറയുന്നതും മൈനസ് എ പ്ലസ് എ എന്ന് പറയുന്നത് എന്താ തന്നെയായിരിക്കും എന്ന് പറയുന്നത്? 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഏതൊരു എ എടുത്താലും അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടാവും? ഒരു മൈനസ് എ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്. ഓക്കെ, ഈ പ്രോപ്പർട്ടിയുടെ പേരെന്താ? എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള A1, A2, A3, A4. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടിയും കൂടെ ചേരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റിയൽ നമ്പേഴ്സിനെ അണ്ടർ അഡീഷൻ ഒരു അബീലിയൻ ഗ്രൂപ്പാണ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മളിതിൽ ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഏത് 2 റിയൽ നമ്പർ കൂട്ടിയാലും മൂന്നാമത് കിട്ടുന്ന റിയൽ നമ്പർ എന്തായിരിക്കും? റിയൽ നമ്പർ തന്നെയായിരിക്കും എന്നുള്ള കാര്യം അതുകൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അടുത്തത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിന് M1 എന്ന് വിളിക്കുന്ന പ്രോപ്പർട്ടീനെ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? A into B equal to B into A for every A, B belong to R. ഏത് 2 റിയൽ നമ്പേഴ്സ് ഇൻഡ്യൂ ചെയ്താലും അതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയണേ? ഏതെങ്കിലും 3 റിയൽ നമ്പേഴ്സ് A, B, C എടുക്കുക, എന്നിട്ട് A into B ആദ്യം ചെയ്യുക, ദെൻ ഇൻറ്റു C ചെയ്യുക. അങ്ങനെ ചെയ്യണതും A into B into C ചെയ്യുന്നതും സെയിം തന്നെയാണ്. ഫോർ എവരി A, B, C belong to R. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് വാട്ട്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, M3. A is equal to A into 1. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി കേട്ടോ. A is equal to A into 1 equal to 1 into A equal to A. A is equal to A into 1, that is equal to 1 into A equal to A. ഒരു റിയൽ നമ്പർ നിങ്ങൾ റിയൽ നമ്പർ A എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു 1 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. എന്താ 1ൻ്റെ പ്രത്യേകത? എടുത്ത നമ്പറിൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എടുത്ത നമ്പർ തന്നെ കിട്ടും. അത് ആദ്യം ചെയ്താലും പിന്നീട് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, ഇതിൻ്റെ പേരാണ് ദ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റി. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കുക. M4 നോക്കൂ. A is an element of R minus 0. A ഒരു നോൺ സീറോ എലമെൻ്റ് ആക്കി എടുക്കണം കേട്ടോ. നോൺ സീറോ എലമെൻറ്റ് A എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് ദർ എക്സിസ്റ്റ് 1/A belong to R. ഇഫ് യു ടേക്ക് എ നോൺ സീറോ എലമെൻറ്റ് A, ദർ എക്സിസ്റ്റ് 1/A belong to R says that A into 1/A equal to 1/A into A equal to 1.
നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടുന്ന രീതിയിൽ ഒരു റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യും ഏതൊരു നോൺ സീറോ നമ്പറിനും. സീറോയ്ക്ക് എക്സിസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇതിനാണ് എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽസ് എന്ന് വിളിക്കാം ഈ പ്രോപ്പർട്ടിയെ. ഓക്കെ, ഇങ്ങനെയുള്ള നമ്മുടെ ഈ 4 പ്രോപ്പർട്ടിയുടെ കൂടെ നമ്മുടെ സാധാരണ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഇഫ് യു ടേക്ക് എനി 2 റിയൽ നമ്പേഴ്സ് ആൻഡ് ഇഫ് യു ടേക്ക് ദ മൾട്ടിപ്ലിക്കേഷൻ and if you multiply those 2 real numbers, then again you will get another real number. Okay, അതുകൂടെ ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? അബീലിംഗ് ഗ്രൂപ്പ് കിട്ടും. ഏത് കളക്ഷൻ അബീലിംഗ് ഗ്രൂപ്പ് കിട്ടുക? നോൺ സീറോ റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നോക്കൂ. A into B plus C is equal to A into B plus A into C, where R is a field. Now we go to the next theorem. ഈ തിയറം പറയുന്നത് എന്താ? ഇഫ് Z, A belong to R, then with Z plus A equal to A, Z plus A ആയിട്ട് ഒരു സെഡും എയും ആറിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെഡ് എന്താണെന്ന് പറയണേ? 0 ആണെന്നാണ് തിയറം അവകാശപ്പെടുന്നത്. ഇത് പ്രൂഫ് നോക്കുക. Z plus A equal to A നമുക്ക് തന്നിട്ടുണ്ട്. സെറ്റ് പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? 2 സൈഡിൽ നമ്മൾ -A കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? ആഡ് ചെയ്യണു. 2 സൈഡ് -A കൊണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? Z പ്ലസ് അല്ലേ, A പ്ലസ് -A എന്നുള്ള ഗ്രൂപ്പ് ചെയ്യാം. അതിങ്ങനെ അസോസിയേറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ Z plus 0 എന്ന് കിട്ടി. ഓക്കെ, Z plus 0 ഈക്വൽ ടു ഓക്കെ ഇല്ല, അവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. പ്രൂഫ് ആദ്യം മുതൽ പറയാം. നോക്കൂ, Z plus A equal to A എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ Z plus A പ്ലസ് -A എന്ന് പറഞ്ഞാൽ എന്താണ്? A പ്ലസ് -A ആണ്. നമുക്ക് 2 സൈഡിൽ ഒരു -A ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ പ്രൂഫ് ആദ്യം മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. സോ ആദ്യം മുതൽ മീൻസ് ശരിക്കും എവിടെ നിന്നാണ് പ്രൂഫ് ശരിക്കും ചെയ്യേണ്ടുള്ളൂ. മറ്റേത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മുന്നേ പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നോക്കാം. Z is equal to Z plus 0. സെഡ് നമുക്ക് എന്താണ്? Z plus 0 ആണ്. കാരണം 0 ആഡ് ചെയ്താലും സെഡിൻ്റെ വാല്യൂ മാറാൻ പോകുന്നില്ല. ഇനി 0 നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് -A എന്ന് എഴുതാം. സോ Z plus 0നെ നമ്മൾ എന്ത് എഴുതും? Z plus 0നെ നമ്മൾ എന്ത് എഴുതും? Z plus A പ്ലസ് -A എന്ന് എഴുതും. ബിക്കോസ് A പ്ലസ് -A എന്താണ്? 0 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ Z plus A പ്ലസ് -A എന്നാക്കി മാറ്റും. നമ്മൾ ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാമല്ലോ ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി വാട്ട് Z plus A? ഗിവൺ ദാറ്റ് Z plus A is equal to A, therefore ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യും. Z plus A ക്ക് റീപ്ലേസ് ചെയ്യും. therefore A plus -A is equal to 0 എന്ന് കിട്ടും. അത് നമുക്ക് A plus -A 0 എന്ന് കിട്ടും കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൂഫ്. സോ Z equal to Z plus 0, 0 can be replaced by A plus -A, then use associative property, then Z plus A plus -A ആവും. Now substitute for by the given condition that Z plus A equal to A. So A plus -A നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ if U, B belong to R and B not equal to 0 implies 1 by B belong to R. U B ഉണ്ട്, B നോൺ സീറോ ആണെങ്കിൽ ഉറപ്പായിട്ടും 1 by B അവിടെ ഉണ്ടാവും, ആറിലുണ്ടാവും എന്ന് പറയണം. നോക്കൂ, U by B equal to B ആണ് തന്നിട്ടുണ്ട്. U into B, U by B അല്ല, U into B equal to B. നോ, സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നോക്കിക്കോളൂ. ലെറ്റ് U into B, U, B belong to R and B not equal to 0. ഓക്കെ, ഇവിടെ റിയൽ നമ്പേഴ്സ് യുവും ബിയും ഉണ്ട്, ബി നോൺ സീറോ ആണ്. ഇഫ് U into B equal to B, then U equal to 1. U into B ആണെങ്കിൽ U 1 ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ, U B belong to R, B not equal to, ഇതൊക്കെ തന്ന കാര്യങ്ങളാണ് നമ്മൾ എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു പ്രൂവ്. ഓക്കെ, സോ U into B ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് U? U equal to U into 1 by M3, existence of unity. 1 can be replaced by B into 1 by B. It is possible because B is non-zero. 1 by B അവിടെ എഴുതാൻ പറ്റും. So replace 1 by B into 1 by B. Then use associative property of multiplication. So U into B into 1 by B ആക്കി മാറ്റും. ഇനി അത് U into B നമുക്ക് തന്നിട്ടുണ്ട് ഹൈപ്പോത്തസിസിൽ. ഗിവൺ കണ്ടീഷനാണ് U into B equal to B. So B into 1 by B ആക്കി മാറ്റി U എന്തായി മാറും? 1 ആയി മാറും. ദാറ്റ് ഇസ് വി ഗോട്ട് വാട്ട്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് U എന്ന് പറഞ്ഞ് തുടങ്ങി. എവിടെ അവസാനിച്ചു? U equal to 1 അവസാനിച്ചു. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഫൈൻ. തേർഡ് വൺ. എന്താണ് തേർഡ് തീരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കി. ഇഫ് A belong to R, then A into 0 equal to 0. A ഒരു റിയൽ നമ്പർ ആണെങ്കിൽ A into 0 എന്താണ്? 0 എന്ന് കാണിക്കണം. അപ്പോൾ നോക്കൂ, A plus A into 0 എന്താണെന്ന് നോക്കുക. A plus A into 0 എന്ന് പറഞ്ഞാൽ A into 1 plus A into 0 ആണ്. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. Now use what? Distributive property, that is A into 1 plus 0, that is A into 1, that is equal to A. So നമുക്ക് എന്ത് കിട്ടി? A plus A into 0 equal to A എന്ന് നമുക്ക് കിട്ടി. ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നമുക്ക് മുന്നേ നമ്മൾ പഠിച്ച ഒരു റിസൾട്ട് ഇവിടെ ഉപയോഗിക്കണം. എന്താണ് മുന്നേ പഠിച്ച റിസൾട്ട്? ഇത് നമുക്ക് കിട്ടിയ റിസൾട്ടാണ്. ഇഫ് A plus Z equal to A,
എയുടെ കൂടെ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എ തന്നെ കിട്ടുകയാണെങ്കിൽ എ ഇൻറ്റു 0 എന്താവണം? ദാറ്റ് മസ്റ്റ് ഈക്വൽ ടു 0. നമ്മൾ മുന്നേ പഠിച്ച റിസൾട്ടാണത്. അതുകൊണ്ട് എ ഇൻറ്റു 0 എന്താണ് ഇവിടെ? 0 ആണ്. ഓക്കെ, ഫൈൻഡ് ദി നെക്സ്റ്റ് തിയറം. If a is not equal to 0 and b are in R such that a into b equal to 1, then b equal to 1 by a. a 0 അല്ല, b ഒരു റിയൽ നമ്പറാണ്, such that a into b 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒരു ഓപ്ഷൻ ഇല്ല, ബി എന്താവണം? എയുടെ റെസിപ്രോക്കൽ ആവണം എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ തിയറം പറയുന്നത് എന്താ? എ ഇൻറ്റു ബി 0 ആണെങ്കിൽ ഐദർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. സോ പ്രൂഫ് നോക്കിക്കോളൂ. ഒന്നാമത്തെ കേസിൽ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ നോൺ 0 ആണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യും. സോ ദർ എക്സിസ്റ്റ് 1 by a belong to R such that a into 1 by a equal to 1. ഓക്കെ, നമുക്കറിയാം. എ ഇൻറ്റു ബി എന്താണ്? 1 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ഇൻറ്റു ബി equal to 1, a into b equal to 1, it is given. Now b is equal to what? b is equal to b into 1 by m3. Okay, now 1 can be replaced by a into 1 by a. അല്ലേ, നോൺ സീറോ എലിമെൻറ്റ് എ ആണെങ്കിൽ ബി 1 can be replaced by 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? a into 1 by a എന്ന് എഴുതാം. ഇനി ഇവിടെ എന്ത് ചെയ്യുക? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ബി ഇൻറ്റു എ ഇൻറ്റു 1 by a എന്നാക്കി ഇവിടെ. ഓക്കെ, ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഇൻറ്റു 1 by a എന്നാക്കി. വാട്ട് ഇസ് എ ഇൻറ്റു ബി? എ ഇൻറ്റു ബി ഈക്വൽ ടു 1 നമുക്ക് അറിയാം, തന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി 1 ആണെങ്കിൽ ഇത് 1 into 1 by a മാറും. 1 into 1 by a ആണെങ്കിൽ എന്തായി മാറും? 1 by a ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 1 by a. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബി എന്നാണ്. ബി ഈക്വൽ ടു ബി ഇൻറ്റു 1. അവിടെ 1-ന് പകരം എ ഇൻറ്റു 1 by a കൊടുത്തു. ഇപ്പോൾ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു. പിന്നീട് നമ്മൾ ബി ഇൻറ്റു ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെന്നുള്ള കാര്യം ഉപയോഗിച്ചു. പിന്നെ എ ഇൻറ്റു ബി 1 തന്നിട്ടുള്ള കാര്യം ഉപയോഗിച്ചു. നമ്മൾ വീണ്ടും 1 into 1 by എന്നുള്ളത് 1 by a ആണെന്ന് പറഞ്ഞു. സോ വി ഗോട്ട് ബി ഈക്വൽ ടു 1 by a. അടുത്ത് രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ, ഇഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0, അസ്യൂം ദാറ്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. എ 0 അല്ലെന്ന് വിചാരിക്കുക. എ 0 അല്ലെങ്കിൽ ഉറപ്പായിട്ട് 1 by a എക്സിസ്റ്റ് ചെയ്യും, നമുക്കറിയാം. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 1. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 by a. നമ്മൾ 1-നെ എ ഇൻറ്റു 1 by a റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ബി ഇൻറ്റു എ ഇൻറ്റു 1 by a എന്നാക്കി. ഓക്കെ, എ ഇൻറ്റു ബി ഇൻറ്റു 1 by a എന്നാക്കി. എ ഇൻറ്റു ബി എന്താണ്? 0 ആണ്. എ ഇൻറ്റു ബി 0 ആയതുകൊണ്ട് 0 into 1 by a എന്നാക്കി. അപ്പോൾ ബി നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സ്റ്റാർട്ട് ചെയ്ത് നടന്ന ബി എന്നാണ്. സോ ബി ഈക്വൽ ടു ബി ഇൻറ്റു 1. 1 is equal to a into 1 by a. നമ്മൾ എന്ത് ചെയ്തു? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു. ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. അതിനുശേഷം എ ഇൻറ്റു ബി ബി ഇൻറ്റു എ ആക്കി മാറ്റി. പക്ഷേ എ ഇൻറ്റു ബി 0 ആണ്. സോ 0 into 1 by a എന്തായി മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, റാഷണൽ നമ്പർ നൊട്ടേഷൻ ക്യൂ എന്ന് പറഞ്ഞ ഒരു നൊട്ടേഷനാണ് റാഷണൽ നമ്പറിന് വരുന്നുണ്ടാവുക. നമ്പർ ഓഫ് ദ ഫോം p by q where p and q are integers and q not equal to 0. Now r minus q means real numbers minus set of all rational numbers. അത് നമ്മൾ എന്ത് വിളിക്കും? ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. സോ ദി നൊട്ടേഷൻ ഫോർ റാഷണൽ നമ്പർ ഇസ് r minus q, അല്ലെങ്കിൽ q കോംപ്ലിമെൻറ്റ് കൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, there does not exist a rational number r belong to q such that r square equal to 2. ഈ തീരം നമുക്കിനി പ്രൂവ് ചെയ്യണം. There does not exist a rational number r such that r square equal to 2. 2 സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു റാഷണൽ നമ്പർ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദർ എക്സിസ്റ്റ് r belong to q where r square equal to 2. അതിലൊരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ r റാഷണൽ നമ്പർ ആണെന്നാണ് അസംഷൻ. സോ r is of the form p by q. r റാഷണൽ നമ്പർ ആണെന്നാണ് അസംഷൻ. സോ r belong to q implies r is equal to p by q where p and q are integers and q not equal to 0. Okay, so we have taken p and q such that GCD of p and q is equal to 1. അതായത് പിയും ക്യൂവും തമ്മിൽ കോമൺ ഡിവൈസേഴ്സ് ഇല്ല. അതായത് ഫോർ എക്സാമ്പിൾ പിയും ക്യൂ എന്നുള്ളത് 2/4 പോലെ നമ്പർ ആവില്ല. 2/4 എന്നുള്ള നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവ തമ്മിലുള്ള GCD എന്തല്ല? ഇത് തമ്മിലുള്ള GCD നമുക്ക് 1 അല്ല, 1 2 ആയിട്ട് കിട്ടും അല്ലേ? മീൻസ് നമുക്ക് രണ്ട് റിലേറ്റീവ് അവരോടും പ്രൈം ആയിരിക്കണം മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്പറിന് പകരം നമ്മൾ 1/2 ഉപയോഗിച്ചാൽ മതി. സോ കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ നമ്പേഴ്സാണ് പിയും ക്യൂവും എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ r square equal to 2 ആയിട്ടുള്ള r ഉണ്ടെന്ന് വിചാരിക്കും. ആറിൻ്റെ ഫോം എന്താ? p by q ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ സപ്പോസ് r square equal to 2, ദർ എക്സിസ്റ്റ് p by q such that r square equal to 2. Therefore now replacing r square by p by q, we got p square by q square equal to 2 എന്ന് കിട്ടി. or from there we get p square equal to 2q square എന്ന് കിട്ടി. Now p square equal to 2q square means what? p square ഒരു ഈവൻ നമ്പർ ആണ് കിട്ടി, ബിക്കോസ് ഇത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. p square is 2q square ആയാലും p square എന്താണ്? ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് എൻ ഈവൻ നമ്പർ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി പി സ്ക്വയർ ഇപ്പോൾ ഈവൻ നമ്പറായി.
പി സ്ക്വയർ ഈവൻ ആണെങ്കിൽ പി ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ള അടുത്ത കാര്യം നോക്കണ്ട. ഇഫ് പി ഓഡ് നമ്പർ ആയിരുന്നു വിചാരിക്കുക, ഇഫ് പി ഈസ് ഓഡ് ദെൻ പി വിൽ ബി ഓഫ് ദ ഫോം 2 × n-1. ആ ഫോമിൽ നമ്പർ ആയിരിക്കുമല്ലോ ഓഡ് നമ്പർ എല്ലാം വരുന്നുണ്ടാവുക. ദെർഫോർ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2n - 1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 4n² - 4n + 1. ദാറ്റ് ഈസ് 2 × 2n² - 2n + 1. ഇത് 2 × മൾട്ടിപ്പിൾ + 1 എന്ന് പറഞ്ഞാൽ കിട്ടി. അപ്പോൾ പി ഓടാണെങ്കിൽ പി സ്ക്വയറും എന്തായിരിക്കും ഓടായിരിക്കും, നമുക്ക് മനസ്സിലായി കേട്ടോ. പി ഓടാണ് അസ്യൂം ചെയ്തു, പി സ്ക്വയർ എന്താ കണ്ടുപിടിച്ചു, പി സ്ക്വയർ ഉണ്ട് 2 × മൾട്ടിപ്പിൾ + 1 കിട്ടി. ദാറ്റ് ഈസ് ഇഫ് പി ഈസ് എൻ ഓഡ് നമ്പർ ദെൻ പി സ്ക്വയർ വിൽ ബി എൻ ഓഡ് നമ്പർ. സോ ഇവിടെ പി സ്ക്വയർ ഈവൺ ആയതുകൊണ്ട് പി എന്തായിരിക്കും, പി വിൽ ബി എൻ ഈവൺ നമ്പർ. പിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, പി ഒരു ഈവൺ നമ്പർ ആയിരിക്കും. സോ ഈവൺ നമ്പർ ക്യാൻ ബി റിട്ടൺ ഫ്രം 2 × m അല്ലേ. ദെർഫോർ പി ഈസ് ഈക്വൽ 2 × m ഓർ പി സ്ക്വയർ ഈക്വൽ ടു വാട്ട് 2q². നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട് പി സ്ക്വയർ ഈക്വൽ ടു 2q² എന്ന്. അതിൽ പിക്ക് എന്ത് ചെയ്യുക 2m എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ പി ഈക്വൽ 2m ആണല്ലോ, ഇതെടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2m² = 2q² ഓർ 4m² = 2q². 4m² = what 2q² ആയി. 2 will get cancelled, so 2m² = q² എന്ന് കിട്ടും. ദാറ്റ് മീൻസ് what q² is an even number. q² ഈവൺ ആണെങ്കിൽ q എന്തായിരിക്കും, ഈവൺ ആയിരിക്കും. നേരത്തെ പിയുടെ കാര്യം പ്രൂവ് ചെയ്ത പോലെ q ഈവൺ ആയിരിക്കും. അപ്പോൾ പിയും ഈവൺ ആണ് ക്യൂവും ഈവൺ ആണെങ്കിൽ അവിടെ ജി സി ഡി എന്തായാലും ഒരിക്കലും എന്തായാലും 1 വരില്ല. അപ്പോൾ ജി സി ഡി ഓഫ് പി ക്യൂ ഈക്വൽ ടു കോൺട്രഡിക്ഷൻ ഓർ കോൺട്രഡിക്റ്റിംഗ് അവർ അസംഷൻ ദാറ്റ് ജി സി ഡി ഓഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു 1. ഒരു എലിമെൻറ്റ്സ് ഷെയർ ചെയ്യില്ല, അത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള അസംഷൻ എന്താണ്, തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ 6 എന്നുള്ളൊരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് r = 2 എന്നുള്ള അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു 6 എക്സിസ്റ്റ് ചെയ്യില്ല സച്ച് ദാറ്റ് r² = 2. ഓക്കെ, fine. Now next is order properties of R. എന്താണ് ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ എന്നാണ് അടുത്ത സെഷൻ നമുക്ക് പഠിക്കാൻ പോകുന്നത്.